ഹോം നേഴ്സിനെ പ്രണയിച്ച കലിപ്പൻ മാഷ്. രചന കൺമഷി. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. 22 വയസ്സ് പോലും തോന്നിക്കാത്ത ഈ കൊച്ചിനെയാണോ നിങ്ങളുടെ ഹോം നേഴ്സ് എന്ന് പറഞ്ഞ് കൊണ്ടുവന്നേ? ഇത്രയും ചെറിയൊരു പെണ്ണിനോട് നിർത്തിയാ നാട്ടുകാരെന്തൊക്കെ പറയും? കുറച്ച് പ്രായവും ഉത്തരവാദിത്തമുള്ള ആരെങ്കിലും കൊണ്ടുവരായിരുന്നില്ലേ? വീടിന്റെ ഉമ്മർത്ത് വന്നിറങ്ങിയ ധ്രുവിന്റെ ശബ്ദത്തിൽ ദേഷ്യവും അസ്വസ്ഥതയും എഴുതിച്ച് നിന്നു. ഹരിയുടെ തോളിൽ കൈവച്ച് ഹാളിലേക്ക് കയറുന്നുണ്ടെങ്കിൽ അവൻ കടുപ്പിച്ച് പറഞ്ഞു. ഹരി ദീർഘശ്വാസം വിട്ടു. അവൻ ശാന്തനായി മറുപടി പറഞ്ഞു. ധ്രുവ, ഇത് തന്നെ എത്ര കഷ്ടപ്പെട്ടിട്ട് ഞാൻ കണ്ടുപിടിച്ചെന്ന് എനിക്കറിയോ? ഇപ്പോഴത്തെ കാലത്ത് നല്ലൊരു ഹോം നേഴ്സിനെ കിട്ട എത്ര പണിയാ. ഇതിപ്പോ ഒരു മാസത്തെ കാര്യമല്ലേ ഉള്ളൂ. അമ്മ വീണിട്ട് കാറൊടിഞ്ഞ് കിടക്കുന്നല്ലേ? ആ പരിക്കൊന്ന് ഭേദാകുന്നവരെ മാത്രം മതിയല്ലോ. അതുവരെ നീ എങ്ങനെയെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത്. ധ്രുവൻ മറുപടി പറയാനായി വായ തുറന്നു. ഹരി അവനെ തടഞ്ഞുകൊണ്ട് തുടർന്നു. പിന്നെ നാട്ടുകാർ അവർക്ക് പറഞ്ഞുണ്ടാക്കാനാണല്ലോ പാട്. നീ ഇവിടെ 90 വയസ്സുള്ള ഒരു കിളവെ കൊണ്ട് നിർത്തിയാലും അവർ ഓരോന്ന് പറഞ്ഞുണ്ടാക്കും. നീ അതൊന്നും ശ്രദ്ധിക്കണ്ട. അമ്മയുടെ കാര്യങ്ങൾ നോക്കാൻ അവൾ മിടിക്കുക. അതാ ഞാൻ ഉറപ്പിച്ചു പറഞ്ഞു. നീ ജോലിക്ക് പോയാൽ അവൾ അമ്മയെ പൊന്നുപോലെ നോയിക്കോളും. ധ്രുവൻ ദേഷ്യമുള്ളിലൊതുക്കി സോഫയിലേക്ക് ഇരുന്നു. ആ പെൺകുട്ടിയുടെ കണ്ണുകളിലെ നിഷ്കളങ്കത കാണുമ്പോൾ അവനെന്തോ ഒരു അസ്വസ്ഥത തോന്നി. അമ്മ കഴിഞ്ഞ ആഴ്ച വീണ് കാലൊടിഞ്ഞുകൊണ്ട് സുഹൃത്തായ ഹരിയോട് പറഞ്ഞാണ് ഒരു ഹോം നേഴ്സിനെ കൊണ്ടുവരാൻ. ധ്രുവൻ വേഗത്തിൽ നടന്നെടുത്ത് അവൾക്ക് മുമ്പിൽ നിന്നു. അവളൊന്ന് ഞെട്ടിപ്പോയി. അവന്റെ കണ്ണിലെ കടുപ്പം കണ്ട് അവൾ തലതാഴ്ത്തി നിന്നു. ധ്രുവൻ അല്പം ദേഷ്യത്തോടെ തന്നെ ചോദിച്ചു, എന്താണ് ഇവിടെ നിന്റെ പേര്? വിറയിലോട് അവൾ മുഖമുയർത്തി. പേടിയും സങ്കോചവും ഒരുപോലെ ആ കണ്ണുകളിലുണ്ടായിരുന്നു. വളരെ പതുക്കെ നേരത്തെ ശബ്ദത്തിൽ അവൾ പറഞ്ഞു, എന്റെ പേര് വിഹ. അവളുടെ ശബ്ദത്തിലെ വിറയൽ ധ്രുവന്റെ ദേഷ്യത്തെ ശമിപ്പിച്ചെങ്കിലും അവൻ തന്റെ ശൈലി മാറ്റിയില്ല. കൈകൾ രണ്ടും പുറകിൽ കെട്ടി ഗൗരവത്തോടെ തുറന്നു. നോക്കി വിഹ, നീ ഇവിടെ വന്ന് എന്റെ അമ്മയുടെ കാര്യങ്ങൾ നോക്കാൻ മാത്രമാണ്. മരുന്ന് കൊടുക്കുക, കൃത്യസമയത്ത് ഭക്ഷണം നൽകുക, അതൊക്കെ മാത്രം ചെയ്താൽ മതി. അല്ലാതെ വീട്ടു ജോലികളൊന്നും നോക്കാൻ നിൽക്കണ്ട. അതൊക്കെ ഞാൻ തന്നെ ചെയ്തോളാം. ഈ വീട്ടിലെ കാര്യങ്ങൾ വേറെ ആരും ഇടപെടുന്നത് എനിക്ക് താല്പര്യമില്ല. പ്രത്യേകിച്ച് പുറത്തുനിന്നൊരാൾ വന്ന് അതെല്ലാം ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമല്ല. വിയ പേടിച്ചുകൊണ്ട് അവനെ നോക്കി. ആ പറച്ചിലെ ധാർഷ്ട്യം അവളുടെ മനസ്സിലൊരു ചെറിയ മുറിവുണ്ടാക്കി. പക്ഷെ അത് പുറത്ത് കാണിക്കാതെ അവളൊന്ന് തലയാട്ടി. ശരി സർ എന്നവൾ മന്ത്രിച്ചു. ധ്രുവൻ അവളെ ഒന്നുകൂടി തുറിച്ചു നോക്കിയിട്ട് ഹാളിലേക്ക് തിരിഞ്ഞടന്നു. ഹരി സങ്കടത്തോടെയും എന്നാൽ ധ്രുവനെ അസ്വസ്ഥനാക്കാതെയും വീടടുത്തേക്ക് വന്നു. വിയ, നീ ഒന്നും കാര്യാക്കണ്ട. അവനൽപ്പം കടുപ്പത്തിലാണ് സംസാരിച്ചെങ്കിലും മനസ്സുകൊണ്ട് പാവാ. നീ റൂമിലേക്ക് പോയി അമ്മയെ നോക്ക്, ഹരി പതുക്കെ പറഞ്ഞു. വിയ ഒന്നും മിണ്ടാതെ അമ്മയുടെ മുറിയിലേക്ക് നടന്നു. പിന്നീട് ധ്രുവൻ ദേഷ്യത്തോടെ സോഫയിലിരിക്കുന്ന അവൾ അറിയുന്നുണ്ടായിരുന്നു. ഈ വീട്ടിലെ ദിവസങ്ങൾ എത്രത്തോളം കടുപ്പമായിരിക്കുന്ന ചിന്ത അവളുടെ ഉള്ളിൽ അപ്പോൾ തന്നെ തങ്ങി നിന്നു. അടുത്ത ദിവസം രാവിലെ അടുക്കളയിൽ നേരിയ ബഹളമുണ്ടായിരുന്നു. ധ്രുവൻ ദോശക്കല്ലിന് മുന്നിൽ വളരെ കൃത്യതയോടെ ദോശ ചുട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് വിഹ പതുങ്ങി അങ്ങോട്ട് വന്ന്. ധ്രുവന്റെ മുഖത്തെ കടുപ്പം കണ്ടപ്പോൾ അവൾക്കൊരു പേടിയുണ്ടായിരുന്നെങ്കിലും അവൾ ധ്രുവിന്റെ അടുത്തേക്ക് നിന്ന് പറഞ്ഞു, സർ ഞാൻ സഹായിക്കട്ടെ? ധ്രുവനും തിരിഞ്ഞു നോക്കി. ദേഷ്യത്തോടെ അല്ലെങ്കിലും അല്പം ഗൗരവത്തിൽ തന്നെ അവൻ പറഞ്ഞു, വേണ്ട, ഞാൻ തന്നെ ചെയ്തോളാം. നീ പോയി അമ്മയുടെ കാര്യം നോക്ക്. ധ്രുവൻ ചമ്മന്തി ഇറക്കാനായി മിക്സിയുടെ അടുത്തേക്ക് നീങ്ങിയ തക്കത്തിന് വിഹ ധൈര്യം സംഭരിച്ച് ദോശക്കല്ലിന്റെ അടുത്തേക്ക് ചെന്നു. മറിച്ചിടാൻ പരുവമായ ദോശ കണ്ടപ്പോൾ അവളൊന്ന് ശ്രമിച്ചു നോക്കി. പക്ഷെ തവികൊണ്ട് മറിച്ചിടാൻ ശ്രമിച്ചോ ദോശ നടുവെ ഒടിഞ്ഞ് വശത്തേക്ക് ചുരുണ്ടുപോയി. ശബ്ദം കേട്ട് ധ്രുവൻ തിരിഞ്ഞു നോക്കി. ദോശക്കല്ലിൽ കിടന്ന് പാതി ഒടിഞ്ഞ ദോശയും അതുകൊണ്ട് പേടിച്ചേൽക്കുന്ന വിഹയും കണ്ടപ്പോൾ ധ്രുവന് ചിരിയടക്കാൻ കഴിഞ്ഞില്ല. അതൊന്നും തന്നെ പൊട്ടിച്ചിരി ഒതുക്കാൻ പാടുവിട്ടു. ഇതാണല്ലേ സഹായം? നീ ആദ്യമായിട്ടാണോ ഇതൊക്കെ ചെയ്യുന്നത്? ധ്രുവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. പെട്ടെന്നുണ്ടായ പരിഭ്രമത്തിൽ വിഹയുടെ മുഖം ചുവന്നു. അവളൽപ്പം നിസ്സായതോടെ പറഞ്ഞു, അത് എനിക്കിതൊന്നും വലിയ ശീലമല്ല സർ, പക്ഷെ ഞാൻ പഠിച്ചോളാം. അവളുടെ ആ നിഷ്കളങ്കമായ മറുപടി കേട്ടപ്പോൾ ധ്രുവന്റെ മുഖത്തൊരു ചിരി വിരിഞ്ഞു. അവനത് ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് പറഞ്ഞു, നീ ഇതൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല, ഇതൊക്കെ ഞാൻ ചെയ്തോളാം. ഇങ്ങനെ വേണം ചെയ്യാൻ, നോക്കിക്കോ. അവൻ ദോശ ഒഴിച്ച് കാണിച്ചു കൊടുത്തു. ധ്രുവൻ വീണ്ടും തന്നെ ഗൗരവഭാഗത്തിലേക്ക് മടങ്ങി. ദോശക്കല്ല് ഓഫാക്കി അവൻ കൈകൾ തുടച്ചുകൊണ്ട് പറഞ്ഞു, വീണ ഞാൻ കോളേജിലേക്ക് പോവാം. പിന്നെ നീ ഇവിടെ ഭക്ഷണമൊന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട. ഉച്ചക്കത്തേക്കുള്ളൊക്കെ ഞാൻ നേരത്തെ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നീ ജസ്റ്റ് അമ്മയുടെ മരുന്ന് കൃത്യസമയത്ത് എടുത്തു കൊടുത്താൽ മാത്രം മതി. അതല്ലാതെ വേറെ ജോലിയൊന്നും ഇവിടെ ചെയ്യാൻ നിൽക്കണ്ട. എനിക്കതൊന്നും ഇഷ്ടമല്ല. വിയ ഒന്നും മിണ്ടാതെ തലയാട്ടി. ധ്രുവന്റെ വാക്കുകളിലെ അധികാരവും അതേസമയം അവന്റെ കരുതലും അവൾക്ക് അത്ഭുതമായി തോന്നി. അവൻ ബാഗും എടുത്ത് പുറത്തേക്ക് നടന്നു. അല്പം കഴിഞ്ഞ് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന ശബ്ദം കേട്ടപ്പോൾ വിയ ജനലിലൂടെ നോക്കി. ഗേറ്റ് ഇറന്നു പോകുന്ന ധ്രുവനെ നോക്കി നിൽക്കുമ്പോൾ അവൻ പുറമേ കാണിക്കുന്ന ദേഷ്യത്തിന്റെ പുറകിൽ മറ്റൊരു സ്വഭാവം കൂടിയിട്ടുണ്ടെന്ന് അവൾ തിരിച്ചറിഞ്ഞു. അമ്മയുടെ മുറിയിൽ നിന്നൊരു ചെറിയ ചുമ കേട്ടു. വിയ വേഗത്തിൽ തന്റെ ചിന്തകൾ മാറ്റിവെച്ച് മരുന്നെടുക്കാനായി അങ്ങോട്ട് നടന്നു. വിയ അമ്മയുടെ അടുത്ത് പോയിരുന്നു. അമ്മയുടെ മുഖത്ത് ഒരു ചെറുചിരി ഉണ്ടായിരുന്നു. വിയയെ നോക്കി അമ്മ പതുക്കെ പറഞ്ഞു, മോള് ധ്രുവന്റെ സ്വഭാവം കണ്ട് പേടിക്കേണ്ട കേട്ടോ. അവൻ പുറമെ ഇങ്ങനെ കടുപ്പക്കാരനാണെന്നേ ഉള്ളൂ, ഉള്ളിൽ നിറയെ സ്നേഹ. അവൻ ഇവിടെ അടുത്തൊരു കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറാ. ഞാൻ വീണതിന് ശേഷം അവനൊരു സമാധാനമില്ല. ഞാൻ പറഞ്ഞതാ ഞാൻ ഒറ്റയ്ക്ക് കാര്യങ്ങളൊക്കെ ചെയ്തോളാന്ന്.
പക്ഷെ അവനായിരുന്നു നിർബന്ധം ഒരു ഹോം നേഴ്സിനെ വെക്കണമെന്ന്. മോൾ എന്തിനാ പഠിക്കുന്നേ? കാണാൻ ചെറിയ കുട്ടിയാണല്ലോ. ഈ പ്രായത്തിൽ എന്തിനാ ജോലിക്ക് വന്നു? വീട്ടിൽ ആരൊക്കെയുണ്ട്? അമ്മയുടെ ആ ചോദ്യങ്ങൾ കേട്ടപ്പോൾ വീടിന്റെ ഉള്ളിൽ ഒരു ചെറിയ പിടച്ചിലുണ്ടായി. ആളൽപ്പം പതറിയെങ്കിലും ശാന്തമായി മറുപടി പറഞ്ഞു. പഠിത്തമൊക്കെ കഴിഞ്ഞമ്മേ, വീട്ടിലിപ്പം മുത്തശ്ശി മാത്രമേ ഉള്ളൂ. ആൾ പെട്ടെന്ന് വിഷയം മാറ്റാനായി അമ്മയുടെ കൈ പിടിച്ച് സ്നേഹത്തോടെ പറഞ്ഞു. അമ്മേ, സമയം കഴിഞ്ഞു, ദാ മരുന്ന് കഴിച്ചോളൂ. വിയ വളരെ കരുതലോടെ അമ്മയ്ക്ക് ഗുളികൾ എടുത്തു കൊടുത്തു. വെള്ളം കുടിക്കാൻ സഹായിച്ചു. അമ്മയുടെ കാലനങ്ങുമ്പോൾ വേദനിക്കുന്നുണ്ടോ എന്ന് അവൾ ചോദിച്ചുകൊണ്ടിരുന്നു. വിയയുടെ പെരുമാറ്റത്തിൽ ആർദ്രത അമ്മയുടെ മനസ്സിനെ വല്ലാതെ സ്പർശിച്ചു. അമ്മ വിയയുടെ തലയിൽ തലോടി. അമ്മയുടെ ആ വാത്സല്യം വിയയുടെ ഉള്ളിൽ തങ്ങി നിന്നു. അമ്മ ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്നവരെ അവൾ അരികിലിരുന്നു. ധ്രുവൻ തിരിച്ചു വരുമ്പോൾ എല്ലാം കൃത്യമായിരിക്കണമെന്ന് അവൾക്ക് നിർബന്ധമുണ്ടായിരുന്നു. വൈകുന്നേരം ധ്രുവൻ വീടിന്റെ ഗേറ്റ് കടന്ന് അകത്തേക്ക് കയറി. വരാന്തയിൽ നിന്ന് അവൻ കണ്ടത് ഒരു മനോഹരമായ കാഴ്ചയായിരുന്നു. അമ്മ കട്ടിൽ കിടന്ന് എന്തോ ഒരു പഴയ കഥ പറയുകയാണ്. വിയ അത് വളരെ ആകാംക്ഷയോടെ കേട്ടിരിക്കുന്നു. ഇടയ്ക്ക് അമ്മയുടെ ചിരിയും വിയയുടെ മറുപടിയും കേട്ടപ്പോൾ ധ്രുവനൊന്ന് ചിരിച്ചു. പെട്ടെന്ന് അവൻ ശ്രദ്ധിക്കപ്പെട്ടു എന്ന് മനസ്സിലായപ്പോൾ സ്വതവേയുള്ള ആ ഗൗരവം മുഖത്ത് വരുത്തി അവനൊന്നും മിണ്ടാതെ അകത്തേക്ക് നടന്നുപോയി. പിറ്റേന്ന് ഞായറാഴ്ചയായിരുന്നു. രാവിലെ അടുക്കളയിൽ ധ്രുവൻ അല്പം ഗൗരവത്തിലായിരുന്നു. അവനല്പം പെർഫെക്ഷനിസ്റ്റ് ആണ്, പ്രത്യേകിച്ച് പാചകത്തിന്റെ കാര്യത്തിൽ. എന്തിനും ഏതിനൊരു കൃത്യത അവൻ ആഗ്രഹിക്കുന്നു. അടുക്കളയിലേക്ക് കടന്നു വന്ന വിഹിയെ കണ്ടപ്പോൾ ധ്രുവന്റെ നെറ്റിയൊളിഞ്ഞു. എന്താ ഇവിടെ? ഞാൻ ഒറ്റയ്ക്ക് ചെയ്തോളാം വിയ, നീ പോയിരിക്കും. നീ വന്ന എല്ലാം കൂടി അലമ്പാവും, ധ്രുവൻ കടുപ്പത്തിൽ പറഞ്ഞു. അവന്റെ സ്വരത്തിലെ കലിപ്പ് വിയക്ക് പരിചിതമാണ്. എന്നാൽ വിയ വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. ആൾ അവന്റെ അടുത്തേക്ക് നടന്നെന്ന് പറഞ്ഞു. നമുക്ക് രണ്ടുപേർക്കും കൂടി ഉണ്ടാക്കിയാലെന്താ? ഞാൻ ഒട്ടും ശല്യപ്പെടുത്താൻ സഹായിക്കാം, പ്ലീസ്. കുറച്ചുനേരം അവളെ ദേഷ്യത്തോടെ നോക്കിയിരുന്ന ധ്രുവൻ അവസാനം ദീർഘശ്വാസം വിട്ടുകൊണ്ട് തലയാട്ടി. ശരി, പക്ഷെ ഞാൻ പറയുന്ന മാത്രം ചെയ്താൽ മതി, അലമ്പുണ്ടാക്കരുത്, അവൻ അല്പം പോലും ഗൗരവമിടാതെ പറഞ്ഞു. അടുക്കളയിൽ സവാള അരിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു വിഹ. ധ്രുവനാവട്ടെ അപ്രത് സ്റ്റൗവിന്റെ മുമ്പിൽ വലിയ ഗൗരവത്തിൽ പാചകത്തിന്റെ തിരക്കിലും. ഒരു നിമിഷത്തെ അശ്രദ്ധയിൽ കത്തിയുടെ മുൻ അവിടെ വിരലിൽ ആഴ്ന്നിറങ്ങി. ആൾ ചെറുതായി ഒന്ന് ഞെരങ്ങിപ്പോയി. പെട്ടെന്നുള്ള ആ ശബ്ദം കേട്ട് ധ്രുവൻ തിരിഞ്ഞു നോക്കി. താഴെ വീണ കത്തിയും വിരലിൽ നിന്ന് ഒളിച്ചിറങ്ങുന്ന ചോരയും കണ്ടതും അവന്റെ മുഖത്ത് ദേഷ്യാണ് പൊട്ടി. ഞാൻ പറഞ്ഞില്ലേ വിഹ, കത്തി ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്ന്. ഇതാണ് നിന്റെ ശ്രദ്ധ. എപ്പോഴും എന്തെങ്കിലും അബദ്ധം ഉണ്ടാക്കി വെച്ചോളണം. അവൻ കലിപ്പിൽ അടുക്കള സ്ലാബിൽ കൈയൊന്ന് കുത്തി. അവന് ദേഷ്യം കണ്ട് വിയ അല്പം പേടിച്ചു. കണ്ണുകൾ തിറച്ച് താഴേക്ക് നോക്കിയിരുന്നു. പക്ഷേ ധ്രുവൻ അവിടെ നിർത്തിയില്ല. അവൾ അടുത്തുണ്ടായിരുന്ന ടവലിൽ വിരൽ അമർത്തി പിടിച്ച് വേദനിച്ച് നിൽക്കുന്ന കണ്ടതും അവന്റെ ദേഷ്യം പെട്ടെന്ന് മാറി. അതിലും വലിയൊരു പരിഭ്രമം അവന്റെ ഉള്ളിൽ നിറഞ്ഞു. ഇങ്ങോട്ട് താകൈ, അവനൽപ്പം പരിക്കൻ സ്വരത്തിൽ തന്നെ പറഞ്ഞു. അവനവളുടെ കൈ തന്നിലേക്ക് വലിച്ചെടുത്തു. ആ മുറിവ് കണ്ടപ്പോൾ അവന്റെ മുഖത്തെ പേടി വ്യക്തമായിരുന്നു. അവൻ മേലെ ടവൽ മാറ്റി മുറിവ് പരിശോധിച്ചു. അവന്റെ വിരലുകൾ വിറക്കുന്നുണ്ടായിരുന്നു. വേദനിക്കുന്നുണ്ടോ? അവന്റെ ശബ്ദം അവിചാരിതമായി അല്പം താഴ്ന്നു. ഫസ്റ്റ് എയ്ഡ് ബോക്സ് എടുത്ത് അവൻ മുറിവിന് മുകളിൽ മരുന്ന് പുരട്ടി. ആളുടെ വിരൽ തുമ്പുകൾ തന്റെ കൈപ്പത്തിക്കുള്ളിൽ ഭദ്രമായി പിടിച്ചുകൊണ്ട് അവൻ ആ മുറിവ് തുടച്ച് വൃത്തിയാക്കി. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന മൗനം വളരെ വലുതായിരുന്നു. അവൻ മുറിവിൽ ബാൻഡേജ് ഒട്ടിച്ചു. എന്നിട്ടും അവൻ അവളുടെ കൈവിട്ടില്ല. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി. കണ്ണിൽ നിറഞ്ഞിരുന്ന വെള്ളം തുടച്ചുകൊണ്ട് അവൻ പറഞ്ഞു. ഇനി ഇതിന്റെ അടുത്തേക്ക് നീ വരണ്ട, ഞാൻ പറഞ്ഞു കേട്ടില്ലേ? ദേഷ്യത്തിൽ പറയുമ്പോഴും ആ കൈകളിൽ അവൻ നൽകിയ കരുതൽ വിയക്ക് ആശ്വാസം നൽകി. ആൾക്ക് തോന്നി ദേഷ്യത്തിന്റെ കടുപ്പത്തിലും ആൾക്ക് വേണ്ടി ഇത്രയേറെ കരുതുന്ന ഒരാളാണ് ധ്രുവനെന്ന്. അമ്മയ്ക്ക് വേണ്ടിയുള്ള ഓരോ ചെറിയ കാര്യവും താൻ തന്നെ ചെയ്യണമെന്ന കാര്യത്തിൽ ധ്രുവന് വലിയ നിർബന്ധമുണ്ടായിരുന്നു. വിയ പലതവണ ആവശ്യപ്പെട്ടെങ്കിലും അവനത് വളരെ ഗൗരവത്തോടെ തന്നെ തള്ളിക്കളഞ്ഞു. അന്ന് ഉച്ചയോടെ അമ്മയ്ക്കുള്ള മരുന്ന് ധ്രുവൻ തന്നെ എടുത്തു കൊടുക്കുന്നുണ്ടെങ്കിൽ വിയ അടുത്തിയെന്ന് പതുക്കെ പറഞ്ഞു. ഇതൊക്കെ ഞാൻ ചെയ്തോളാലോ, അതിനല്ലേ ഞാനിവിടെ ഇങ്ങനെ നിൽക്കുന്നത്, ഇതൊക്കെ എന്റെ ജോലിയല്ലേ. അവൻ മരുന്ന് കഴിപ്പിച്ച് ഗ്ലാസ് തിരികെ വെച്ചുകൊണ്ട് വിയയുടെ നേരെ തിരിഞ്ഞു. അവന്റെ മുഖത്ത് അപ്പോഴും ആ കലിപ്പൻ ഗൗരവമായിരുന്നു. ഒരു നിമിഷം ആൾ ഉറ്റുനോക്കണം പറഞ്ഞു. നീ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഞാനുള്ളപ്പോൾ അമ്മയ്ക്ക് വേണ്ടതെല്ലാം ഞാൻ തന്നെ ചെയ്തോളാം, അതിന്റെ ഉത്തരവാദിത്വമാ. വിയ ഒന്നും പറയാൻ പറ്റാവുന്ന പകച്ചുപോയി. അവൻ തുടർന്നു. ഞാൻ വീട്ടിലാത്ത സമയത്ത് അമ്മയ്ക്ക് മരുന്നെടുത്ത് കൊടുക്കൽ മാത്രം നീ ചെയ്താൽ മതി, വേറൊന്നും നീ ചെയ്യാൻ നിൽക്കണ്ട, ബാക്കിയുള്ളതൊക്കെ ഞാൻ നോക്കിക്കോളാം. അവന്റെ ശബ്ദത്തിൽ ദേഷ്യത്തെക്കാൾ ഉപരി ഒരു കരുതലും സംരക്ഷണ ഭാവമായിരുന്നു ഉണ്ടായിരുന്നു. അവൻ അവിടെ നടന്നു പോകുമ്പോൾ അവന്റെ ആ പിടിവാശിക്ക് പിന്നിൽ എന്താണെന്ന് മനസ്സിലാവാതെ വിയ അല്പനേരം അവിടെ തന്നെ നിന്നു. താനയുടെ വെറും ഒരു ജോലിക്കാരി മാത്രമാണോ, അതോ അതിലുപരി മറ്റെന്തെങ്കിലും അവൻ മനസ്സിൽ കാണുന്നുണ്ടോ എന്നൊരു ചിന്ത വിയയുടെ മനസ്സിൽ മിന്നിമറഞ്ഞു. അടുത്ത ദിവസം ജോലി കഴിഞ്ഞ് ധ്രുവൻ വീട്ടിലേക്ക് വരുമ്പോൾ വിയ ഉമ്മറത്തേതോ പുസ്തകം വായിച്ചിരിക്കുകയായിരുന്നു. അവൻ നടന്നു വരുന്ന കണ്ട് വിയ എഴുന്നേറ്റു. ധ്രുവൻ അവൾക്കരികിലേക്ക് വന്ന് തന്റെ പോക്കറ്റിൽ നിന്ന് ചെറിയൊരു പാക്കറ്റ് പുറത്തെടുത്തു. അവൾ എന്താണെന്ന് മനസ്സിലാവാതെ അമ്പരപ്പോടെ നോക്കി നിൽക്കെ അവനത് വിഹയുടെ നേരെ നീട്ടി. വിയ അത് തുറന്നു നോക്കി. അവൾക്ക് ഏറെ ഇഷ്ടമുള്ള ചോക്ലേറ്റുകളായിരുന്നു അത്. അവളുടെ മുഖത്ത് പെട്ടെന്ന് വിരിഞ്ഞ ആ വലിയ പുഞ്ചിരി കണ്ടപ്പോൾ ധ്രുവന്റെ ഉള്ളമൊന്ന് തണുത്തു. അവളത് വാങ്ങി നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ഇത് എനിക്കാണോ?
അവൾ ചോദിച്ചു. ശബ്ദത്തിൽ അവിശ്വസനീയതയും സന്തോഷവും നിറഞ്ഞു നിന്നു. വെറുതെ കണ്ടപ്പോൾ വാങ്ങിയതാ. അമ്മയ്ക്ക് ഷുഗർ കൊണ്ട് കഴിക്കാൻ പറ്റില്ലല്ലോ, അവിടെ നീ കഴിച്ചു. അവൻ കണ്ണുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പറഞ്ഞു. ദേഷ്യക്കാരനായ ധ്രുവന്റെ ഉള്ളിൽ ആർദ്രത പുറത്തു വന്ന നിമിഷമായിരുന്നത്. അവൾ ആ ചോക്ലേറ്റ് കയ്യിൽ വെച്ച് അവർ നോക്കി മനോഹരമായി ഒന്ന് ചിരിച്ചു. അവന്റെ കടുപ്പമേറിയ ഭാവത്തിന് പിന്നിലെ ഈ സ്നേഹം തിരിച്ചറിഞ്ഞപ്പോൾ വിയക്ക് ഒരു കാര്യത്തിൽ ഉറപ്പായി. ധ്രുവന്റെ മനസ്സിൽ അവൾക്ക് ഒരു പ്രത്യേക സ്ഥാനമുണ്ട്. പിറ്റേന്ന് അവൻ അമ്പലത്തിൽ പോകാൻ ഒരുങ്ങിയിറങ്ങാൻ നിൽക്കുമ്പോഴാണ് അമ്മ പറഞ്ഞു, ധ്രുവ, നീ ഇന്ന് അമ്പലത്തിൽ പോകുന്നില്ലേ? എങ്കിലും വേഗം കൂടി ഒന്ന് കൂട്ടിക്കാം. കുറെ ആയില്ല അവള് പുറത്തേക്ക് ഇറങ്ങിയിട്ട്. എനിക്ക് കാലുവേദന കാരണം നടക്കാൻ പ്രയാസ. അതുകൊണ്ട് നീ അവളെയും കൂടെ ഒന്ന് പോയിട്ട് വാ. കുറച്ചു നേരം പുറത്തെ വിശേഷങ്ങൾ കണ്ട അവൾക്കും അതൊരു സന്തോഷമാവും. കുറെ ദിവസങ്ങളായി പുറത്തിറങ്ങാതെ വീടിനുള്ളിൽ തന്നെ ഒതുങ്ങിക്കൂടിയ വിയെ പുറത്തുനിന്ന് കൊണ്ടുപോകണമെന്ന അമ്മയുടെ ആഗ്രഹം അവനും ശരിവെച്ചു. അല്പസമയത്തിന് ശേഷം വിയ ഒരുങ്ങി പുറത്തിറങ്ങി. സാധാരണ വേഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി മനോഹരമായൊരു ധാവണി എടുത്തുവന്ന് അവളെ കണ്ടതും ധ്രുവന്റെ ശ്വാസം ഒന്ന് നിലച്ചുപോയി. സാക്ഷാൽ ദേവതയെ പോലെ തിളങ്ങുന്ന അവളെ കണ്ണുവെട്ടിക്കാതെ നോക്കിപ്പോയെങ്കിലും അത് പുറത്ത് കാണിക്കാതെ അവൻ വേഗം മുഖം തിരിച്ചു. നമുക്ക് പോവാം, അവൻ ഗൗരവം നടിച്ച് പറഞ്ഞു. അമ്പലത്തിലേക്കുള്ള വഴി പാടവരമ്പുകളിലൂടെയായിരുന്നു. നല്ല ഒഴുക്കോടെയുള്ള സ്ഥലത്തുകൂടെ നടന്ന വിഹയുടെ കാലൊന്ന് വഴുതി വീഴാൻ പോയ അവളെ ധ്രുവൻ പെട്ടെന്ന് തന്നെ അവളുടെ ഇടുപ്പിലൂടെ കൈകളിട്ട് പിടിച്ച് താങ്ങി നിർത്തി. ആ നിമിഷം ധാവണിക്കുള്ളിലൂടെ അവളുടെ നഗ്നമായ വയറിലേക്ക് അവന്റെ കൈകൾ ആഴ്ന്നിറങ്ങി. ആ സ്പർശനം വെയിലൊരു വൈദ്യുത പ്രവാഹം പോലെ പടർന്നു അവളൊന്ന് പിടഞ്ഞുപോയി. ധ്രുവനാവട്ടെ ആ സ്പർശനത്തിന്റെ തീവ്രതയിൽ മരവിച്ചു പോയിരുന്നു. കൈമാറ്റാൻ തോന്നാതെ ആ നിമിഷം അവിടെ നിശ്ചലമായി അവൻ അവിടെ കണ്ണുകളിലേക്ക് നോക്കി നിന്നു. ഉള്ളിലടങ്ങാത്ത ആസക്തി നിയന്ത്രിക്കാനാവാതെ അവന്റെ കൈവിരലുകൾ അറിയാതെ ആളുടെ വയറിൽ ഒന്നുകൂടി അമർന്നു. ആ തിരിച്ചറിവിൽ വിയ ഞെട്ടി പുറകോട്ട് മാറി. അന്തരീക്ഷത്തിൽ പെട്ടെന്ന് ഒരുതരം അസ്വസ്ഥത നിറഞ്ഞു. തന്റെ ഉള്ളിലെ ചമ്മൽ പുറത്ത് കാണിക്കാതിരിക്കാൻ ധ്രുവൻ അല്പം ദേഷ്യത്തോടെ പറഞ്ഞു, നോക്കി നടന്നോളൂ, നിനക്ക് വീണിരുന്ന് ഇപ്പൊ കാലൊടിഞ്ഞേനെ. ആളൊന്നും മിണ്ടിയില്ല. നാണവും ഭയവും കലർന്ന ഭാവത്തിൽ താഴേക്ക് നോക്കി നിന്നു. ധ്രുവന്റെ പെരുമാറ്റത്തിലെ വിചിത്രമായ മാറ്റവും ആ വിരലുകൾ വയറിൽ ആഴത്തിൽ പതിഞ്ഞപ്പോഴുണ്ടായ വിറയലും ആളെ വല്ലാതെ അസ്വസ്ഥയാക്കിയിരുന്നു. ധ്രുവൻ മുന്നോട്ട് നടന്നെങ്കിലും അവന്റെ ഉള്ളിലും കൊടുങ്കാറ്റ് ആഞ്ഞടിക്കുകയായിരുന്നു. ദേഷ്യം അഭിനയിച്ച് മുന്നോട്ട് നടക്കുമ്പോഴും അവന്റെ കൈവിരലുകളിൽ അവളുടെ മൃദുവായ ചർമ്മത്തിന്റെ ചൂട് തങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. അവൻ നടന്ന് അല്പം മുന്നിലെത്തി നിന്നു. വിയാപ്പോഴും അതേ നിൽപ്പ് തന്നെയായിരുന്നു. എന്താണ് നോക്കിക്കുന്നത്? വേവാ, ധ്രുവൻ തിരിഞ്ഞു നോക്കാത്ത അല്പം കടുപ്പത്തിൽ പറഞ്ഞു. വിയ സാവധാനം നടന്ന് അവൻ അരികിലെത്തി. അപ്പോഴാണ് ധ്രുവൻ അത് ശ്രദ്ധിച്ച്. വീഴ്ചയുടെ ആഘാതത്തിൽ ധാവണി ഒരു വശത്തേക്ക് പൂർണ്ണമായും തെന്നിമാറിയിരുന്നു. അവളുടെ വയറിപ്പോൾ പൂർണ്ണമായി അനാവൃതമായിരുന്നു. ധ്രുവൻ പെട്ടെന്ന് അവളുടെ അടുത്തേക്ക് നീങ്ങി. യാതൊരു മടിയുമില്ലാതെ അവൻ ആ ധാവണിയുടെ തുമ്പെടുത്ത് ഒന്നുകൂടി ശക്തമായി പിടിച്ചു വലിച്ചു. ആളൊന്ന് ഞെട്ടി, പക്ഷെ അവൻ വിട്ടില്ല. ധാവണി ചുരുട്ടി അവളുടെ വയറിനോട് ചേർത്തമർത്തി ഒന്നുകൂടി മുറുക്കി കുത്തിക്കൊടുത്തു. ആ പ്രവൃത്തിക്കിടയിൽ അവന്റെ വിരലുകൾ അവളുടെ വയറിന്റെ അടിഭാഗത്ത് വല്ലാതെ ആഴത്തിൽ അമർന്നു. വിയയുടെ ശരീരമെന്നാകെ വിറച്ചുപോയി. ആ സ്പർശനം വെറുമൊരു തിരുത്തലായിരുന്നില്ല, അതിലൊരു തരം ആധിപത്യം കലർന്നിരുന്നു. അവൾ ശ്വാസം പോലും പിടിച്ചു നിർത്തിപ്പോയി. ധ്രുവൻ അതൊന്നും ശ്രദ്ധിക്കാത്ത മട്ടിൽ ധാവണി ശരിയാക്കി അവൾക്ക് നേരെ നോക്കി ഗൗരവത്തിൽ പറഞ്ഞു, ഇതൊക്കെ ശരിക്കൊന്ന് പിന്നുവെച്ച് കുത്തിക്കൂടെ? വെറുതെ നാട്ടുകാരെ കാണിക്കണോ? അവന്റെ വാക്കിൽ അമിതമായ ഗൗരവം അവളിലെ വിറയിൽ വർദ്ധിപ്പിച്ചു. ഒന്നും പറയാനാവാതെ അവൾ തലകുനിച്ച് നിന്നു. ധ്രുവൻ വീണ്ടും ഒരു ഭാവഭേദമില്ല മുന്നോട്ട് നടന്നു. വീയുടെ മനസ്സിലപ്പോഴും ആ സ്പർശനത്തിന്റെ തീക്ഷ്ണത അവശേഷിച്ചിരുന്നു. ദിവസങ്ങൾ മിന്നായം പോലെ കടന്നുപോയിക്കൊണ്ടിരുന്നു. നാട്ടിലെ പതിവ് തിരക്കുകൾക്കിടയിലും ധ്രുവന്റെ ശ്രദ്ധ മുഴുവൻ വിഹയിലായിരുന്നു. അവൾ അറിയാതെ തന്നെ അവൾ ചെയ്യുന്ന ചെറിയ കാര്യങ്ങളിൽ പോലും അവന്റെ കണ്ണുകൾ ഉടക്കി നിന്നു. അടുക്കളയിലോ വരാന്തയിലോ അവൾ നിൽക്കുമ്പോൾ എങ്ങനെയോ ധ്രുവന്റെ നോട്ടം അവളുടെ നേരെ നീളും. ആ നോട്ടത്തിൽ ഒരുതരം പ്രണയവും ഒപ്പം തന്നിലേക്ക് ചേർത്ത് പിടിക്കാനുള്ള അടങ്ങാത്ത ആഗ്രഹവും ഉണ്ടായിരുന്നു. വിയ തിരിഞ്ഞു നോക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അവൻ നോട്ടം മാറ്റി വേറെന്തിലോ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതായി അഭിനയിക്കും. അവന് നോട്ടം അനുഭവപ്പെടുന്ന നിമിഷങ്ങളിൽ വിയയുടെ ചുണ്ടിലെ ചെറിയ നാണച്ചിരി വിടരും. അതുകൊണ്ട് ധ്രുവന്റെ ഉള്ളിൽ പ്രണയത്തിന്റെ തീവ്രത വർദ്ധിക്കുകയായിരുന്നു. ആ വീടിന്റെ ഓരോ കോണിലും അവരുടെയും മൗന സംഭാഷണങ്ങൾ നിറഞ്ഞു നിന്നു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം അമ്മയുടെ ചെക്കപ്പിനായി ധ്രുവൻ വണ്ടിയെടുത്തു. അമ്മ തന്നെയാണ് വിയയും കൂടെ കൂട്ടാൻ പറഞ്ഞത്. അവളിവിടെ തനിച്ചിരുന്നിട്ട് എന്തിനാ, അവളും വരട്ടെ എന്ന് അമ്മ നിർബന്ധിച്ചപ്പോൾ ധ്രുവൻ മറുത്തൊന്നും പറഞ്ഞില്ല. അങ്ങനെ 3 പേരും കൂടി ഹോസ്പിറ്റലിലേക്ക് യാത്രയായി. ഹോസ്പിറ്റലിലെ തിരക്കുള്ള റിസപ്ഷൻ ഏരിയയിൽ നിൽക്കുമ്പോഴായിരുന്നു ഒരാൾ അങ്ങോട്ടേക്ക് നടന്നു വന്നത്. പെട്ടെന്ന് അയാൾ വിയെ കണ്ട് തിരിച്ചറിഞ്ഞു. ആകാംക്ഷയോടെ അയാൾ ആൾക്കടുത്തേക്ക് വന്ന് ഉച്ചത്തിൽ ചോദിച്ചു, മാഡം ഇവിടെ എന്തിരിക്കുക? കുറെ കാലം കണ്ടിട്ട്. മാഡം കമ്പനിയിൽ വരാറുണ്ടോന്ന് അരുൺ സാർ വിളിച്ചന്വേഷിച്ചിരുന്നു. വിയ ആകെ പകച്ചുപോയി. തൊട്ടടുത്ത് നിൽക്കുന്ന ധ്രുവന്റെ മുഖത്തേക്ക് അവൾ പേടിയോടെ നോക്കി. എന്നാൽ ധ്രുവന്റെ മുഖത്ത് പഴയതുപോലെ തന്നെ യാതൊരു ഭാവമാറ്റവുമില്ല. ഒരു കല്ല് പോലെ അവനവിടെ നിന്നു. അമ്മയാകെ അമ്പരുന്നു. മാഡമോ? ഇതാരാ മോളെ?
അമ്മ സംശയത്തോടെ വിയയുടെ നേരെ തിരിഞ്ഞു. വിഹ വിയർത്തുപോയി. ധ്രുവന്റെ നിശബ്ദത അവളെ കൂടുതൽ ഭയപ്പെടുത്തി. ആകെ വഷളായ ആ സാഹചര്യത്തിൽ നിന്ന് എങ്ങനെ പുറത്തിറക്കണമെന്ന് അവൾക്കൊരു പിടിയും കിട്ടിയില്ല. നിങ്ങൾക്ക് ആള് മാറിയതാ, ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല. വിയ പരിങ്ങി അയാളെ നോക്കിയൊന്ന് കണ്ണുരുട്ടിക്കൊണ്ട് പറഞ്ഞു. അയാളൊന്ന് പരിങ്ങി. ഓ സോറി, ആള് മാറിപ്പോയതാ എന്ന് പറഞ്ഞ് അയാൾ വേഗം അവിടെ സ്ഥലം വിട്ടു. സാരല്ലേ മോളെ, അയാൾക്ക് ആള് മാറിപ്പോയതാ, ആ ഒന്നും കാര്യാക്കണ്ട, അമ്മ സ്നേഹത്തോടെ പറഞ്ഞു. ചെക്കപ്പെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ സമയം ഉച്ചയായിരുന്നു. നല്ല വിശപ്പുള്ളതുകൊണ്ട് അവർ അടുത്തുള്ള ഒരു ഹോട്ടലിലേക്ക് കയറി. ഭക്ഷണം വിളമ്പുന്നതിനിടയിൽ അമ്മ വിയെ മകൾക്ക് എന്ന പോലെ ചേർത്ത് പിടിച്ചു. തുടർന്ന് ഭക്ഷണം വിളമ്പുമ്പോൾ അമ്മ വിയയുടെ പ്ലേറ്റിലേക്ക് ഏറ്റവും നല്ല കഷ്ണങ്ങൾ എടുത്തു വെച്ചു കൊടുത്തു. സ്വന്തം മകൾക്ക് വിളമ്പുന്ന അത്രയും കരുതലും സ്നേഹവും ആ കൈകളിൽ ഉണ്ടായിരുന്നു. പണ്ടെങ്ങോ തനിക്ക് നഷ്ടപ്പെട്ടു പോയ വാത്സല്യം വീണ്ടും ലഭിക്കുന്ന പോലെ വിഹയ്ക്ക് തോന്നി. ആ സ്നേഹപൂർവമായ ഇടപെടലുകൾ വിഹയുടെ ഉള്ളിലെ സങ്കടത്തെയും ഭയത്തെയും മായ്ച്ചു കളഞ്ഞു. കണ്ണുകളിൽ അറിയാതെ ഈർപ്പം പടർന്നു. ആ കണ്ണുനീർ കണ്ടപ്പോൾ ധ്രുവനൊന്നും മിണ്ടിയില്ലെങ്കിലും അവൻ തന്റെ ഫോണിൽ നിന്ന് മുഖമുയർത്തി വിഹയും നോക്കി. ആ നോട്ടത്തിൽ വല്ലാത്തൊരു കരുതലുണ്ടായിരുന്നു. അന്ന് സന്ധ്യാസമയത്തെ ശാന്ത തകർത്ത് ഗേറ്റിന് മുമ്പിൽ ഒരു ലക്ഷറി കാർ വന്ന് നിന്നു. വിഹയുടെ ചങ്കിടിപ്പ് നിന്നു. കാറിൽ നിന്ന് പുറത്തിറങ്ങി അരവിന്ദനെ കണ്ടതും അവൾ പേടിച്ചു വിറച്ചു. അവന്റെ കണ്ണുകളിലെ ക്രൂരതയും ഭാവവും അവളിൽ ഭയം നിറച്ചു. അരവിന്ദ് ഗേറ്റ് തുറന്ന് നേരെ വിഹയുടെ അടുത്തേക്ക് നടന്നു വന്നു. അവൾ പേടിച്ച് പുറകിലേക്ക് മാറിയെങ്കിലും അവനോട് രൂക്ഷമായി നോക്കിക്കൊണ്ട് അലറി. ഇറങ്ങി വാടിയുടെ, ഇവിടെ കണ്ടവരെ കൂടെ അഴിഞ്ഞാടി നടക്കണോ നീ? ഞാൻ മര്യാദക്ക് പറഞ്ഞല്ലേ എന്നെ കല്യാണം കഴിക്കണമെന്ന്. അന്ന് പറ്റില്ലെന്ന് പറഞ്ഞവളാ ഇപ്പൊ ഏതോരുത്തന്റെ കൂടെ വന്നിട്ട് ഇവിടെ താമസം തുടങ്ങിയത്. അരവിന്ദവളെ ബലമായി പിടിക്കാൻ കൈനീട്ടിയ നിമിഷം ഒരളർച്ച മുറ്റം മുഴുവൻ മുഴങ്ങി. ധ്രുവൻ അപ്രതീക്ഷിതമായി അവിടെ പ്രത്യക്ഷപ്പെട്ടിരുന്നു. ഒറ്റയടിക്ക് അരവിന്ദൻ തെറിച്ചു വീണു. ധ്രുവന്റെ ദേഷ്യം അഗ്നി പോലെ ആളിക്കത്തി. എഴുന്നേൽക്കാൻ ശ്രമിച്ച അരവിന്ദ് ധ്രുവന്റെ നേരെ നോക്കി അലറി. നീ എന്താ അധികാരത്തിലാടാ ഇവളോട് നിർത്തിയിരിക്കുന്നത്? ധ്രുവൻ ഒട്ടും പതരാതെ അവന് മുന്നിലേക്ക് നടന്നിരുന്നു. അവൾക്ക് സംരക്ഷണം എന്നോണം അവൻ മുന്നിൽ തടസ്സമായി നിന്നു. അതൊന്നും നീ അറിയേണ്ട ആവശ്യമില്ല. എന്റെ വീട്ടിൽ കയറി വന്നൊരു പെൺകുട്ടിയെ തൊടാൻ ഞാൻ സമ്മതിക്കില്ല. ഇറങ്ങി പോടാ ഇവിടുന്ന്. ധ്രുവന്റെ സ്വരം ഗാംഭീര്യമുള്ളതും കണിശവുമായിരുന്നു. അരവിന്ദ് അലറി. ഇവളുടെ കൈകളുടെ കാശ് കണ്ടിട്ടില്ലടാ നീ ഇവളെയും കുട്ടി ഇങ്ങനെ കറങ്ങിടക്കുന്നത്. ഇവളുടെ സ്വത്തടിച്ചു മാറ്റിയിട്ട് നീ ഇവളെ തെരുവിൽ ഉപേക്ഷിക്കും. കമ്പനിയിലെ മാനേജർ രാഘവനെ വിളിച്ചു പറഞ്ഞു വിഹയെ ഹോസ്പിറ്റലിൽ വെച്ച് ഏതോരുത്തന്റെ കൂടെ കണ്ടെന്ന്. അവിടെ അന്വേഷിച്ച് തെരഞ്ഞു പിടിച്ച് വന്നാൽ ഞാൻ കുറെ ദിവസമായി ഇവളെന്റെ കണ്ണു പിടിച്ച് നടക്കാൻ തുടങ്ങിയിട്ട്. ധ്രുവനെ ഒട്ടും പതരാതെ അരവിന്ദന്റെ കണ്ണുകളിലേക്ക് തന്നെ തുറിച്ചു നോക്കി. അവന്റെ ശബ്ദത്തിൽ ഒരു ഉരുക്ക് പോലെയുള്ള ഉറപ്പുണ്ടായിരുന്നു. ധ്രുവൻ അവൻ അരിയിലേക്ക് ഒരടി കൂടി വെച്ച് ഗാംഭീര്യത്തോടെ പറഞ്ഞു. നിന്റെ ഈ അഴുക്ക് പിടിച്ച ചിന്താഗതി വെച്ച് ലോകത്തെ അളക്കരുത്. ഇവളെ നോക്കാനുള്ള പണവും കരുത്തും എന്റെ കയ്യിലുണ്ട്. പിന്നെ ഇവളെ ഞാൻ സ്നേഹിച്ചവളുടെ കാശ് കണ്ടിട്ടൊന്നല്ല. കാശ് നോക്കി സ്നേഹിക്കുന്ന സ്വഭാവം എനിക്കില്ല. അതുകൊണ്ട് നീ ഇനിയും അധികമൊന്നും പറയാൻ നിൽക്കണ്ട. മര്യാദയ്ക്ക് ഇവിടുന്ന് ഇറങ്ങിപ്പോയിക്കോണം. അരവിന്ദന്റെ മുഖത്ത് അമ്പരപ്പും ദേഷ്യം ഒരുപോലെ നിഴലിച്ചു. ധ്രുവന്റെ വാക്കുകൾ അവന് വല്ലാതെ അലോസരപ്പെടുത്തി. അവനൊന്നും മിണ്ടാതെ ക്രോധത്തോടെ വിഹയും ധ്രുവനെയും മാറി മാറി നോക്കി. ധ്രുവന്റെ കണ്ണുകളിൽ ആത്മവിശ്വാസവും കരുത്തും കണ്ടപ്പോൾ അവന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. ഭീഷണികളുമായി കാറിലേക്ക് കയറി അവൻ ദേഷ്യത്തോടെ വണ്ടിയെടുത്ത് പാഞ്ഞുപോയി. ധ്രുവന്റെ ആ വാക്കുകൾ വീട് ഉള്ളിൽ ഒരു കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിച്ചു. ഇവളെ ഞാൻ സ്നേഹിച്ചത്. ആ വാചകം അവളുടെ കാതുകളിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. അതിലുപരി അരവിന്ദന്റെ വാദങ്ങളെ തകർക്കാൻ ധ്രുവൻ പറഞ്ഞ കാര്യങ്ങൾ അവളിൽ കടുത്ത ആശയക്കുഴപ്പം സൃഷ്ടിച്ചു. താൻ ആരാണെന്നും തന്റെ പശ്ചാത്തലം എന്താണെന്നും ധ്രുവന് നേരത്തെ അറിയാമോ? ഇത്രയും കാലം അവൻ അത് അറിഞ്ഞിട്ടും ഒന്നും അറിയാത്ത ഭാഗത്തിൽ അഭിനയിക്കുകയായിരുന്നു. ഈ ചോദ്യം വീയുടെ മനസ്സിൽ കുത്തിക്കൊണ്ടിരുന്നു. ആൾ വിറക്കുന്ന ശബ്ദത്തോടെ ധ്രുവന്റെ മുഖത്തേക്ക് നോക്കി. അവൻ അപ്പോഴും അരവിന്ദന്റെ കാറ് പോയ വഴി നോക്കി കടുപ്പത്തിൽ നിൽക്കുകയായിരുന്നു. സാർ, ആൾ പതുക്കെ വിളിച്ചു. ധ്രുവൻ മേലെ തിരിഞ്ഞു. അവന്റെ കണ്ണുകളിൽ ഇപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ദേഷ്യമില്ല. പകരം എന്തോന്ന് ഒളിപ്പിച്ചു വെച്ച പോലെയുള്ള ഒരു ഭാവമാണ്. എന്താ? അവൻ ചോദിച്ചു. അരവിന്ദനോട് പറഞ്ഞ കാര്യങ്ങള് ഞാൻ ആരാണെന്ന് നിങ്ങൾക്ക് നേരത്തെ അറിയായിരുന്നോ? ധ്രുവൻ മറുപടി പറയാൻ അല്പം മടിച്ചു. അവൻ കൈകൾ പോക്കറ്റിൽ വെച്ച് വീട് അടുത്തേക്ക് ഒരു അടി കൂടി വന്ന് കുനിഞ്ഞു നിന്നു. അവന്റെ നോട്ടത്തിലൊരു ഗൗരവമുണ്ടായിരുന്നു. എനിക്കറിയായിരുന്നു വിഹ, പക്ഷേ നീ അതെന്നോട് പറയുന്നവരെ കാത്തിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. ഒരപരിചിതയായി നീ വീട്ടിൽ വന്നപ്പോ നിന്നെ ചോദ്യം ചെയ്ത് ബുദ്ധിമുട്ടിക്കാൻ എനിക്ക് തോന്നിയില്ല. നീ സുരക്ഷിതയാകണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചുള്ളൂ. എന്തുകൊണ്ട് എന്നോടൊന്നും ചോദിച്ചില്ല? വീയുടെ ചോദ്യം ഇടറി. ചിലപ്പോൾ സത്യങ്ങൾ സ്വയം വെളിപ്പെടണം. അപ്പോഴാണ് അതിന് കൂടുതൽ അർത്ഥമുണ്ടാവുന്നത്. ധ്രുവൻ വളരെ ഗൗരവത്തിൽ പറഞ്ഞു. അപ്പോഴും താൻ അവളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞതിനെ കുറിച്ച് കൂടുതൽ വിശദീകരിക്കാൻ അവൻ കൂട്ടാക്കിയില്ല. വിയക്ക് മനസ്സിലായി ധ്രുവനൊരു കടല് പോലെയാണ്. പുറമേ ശാന്തവും കലിപ്പനുമാണെങ്കിലും അതിനുള്ളിൽ ആഴമേറിയ ഒട്ടേറെ സത്യങ്ങളും വികാരങ്ങളും അവൻ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. വിയ പറഞ്ഞു തുടങ്ങി. 2 വർഷം മുമ്പ് ഇന്റർ കോളേജ് കലോത്സവത്തിന് നിങ്ങളുടെ കോളേജിൽ വന്നപ്പോൾ ഞാൻ സാറിനെ ശ്രദ്ധിച്ചിരുന്നു. ആദ്യമായിട്ട് കണ്ടപ്പോൾ തന്നെ വല്ലാത്തൊരു ഇഷ്ടം തോന്നി. അന്ന് ഞാൻ മൈം പ്രോഗ്രാമിന് വേണ്ടിയുള്ള മേക്കപ്പ് ചെയ്യായിരുന്നു.
അരവിന്ദൻ്റെ കസിനാ. അവനൊന്ന് അവിടെ വന്നിരുന്നു. ഞാൻ ഡ്രസ്സിംഗ് റൂമിൽ നിൽക്കുമ്പോൾ അവൻ അങ്ങോട്ട് വന്ന് എന്നെ കയറി പിടിക്കാൻ ശ്രമിച്ചു. എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഞാൻ ആകെ തകർന്നു പോയി സാർ. പെട്ടെന്നാണ് സാർ അങ്ങോട്ട് വന്നു അവൻ അടിച്ചിട്ട് എന്നെ രക്ഷിച്ചു. സാറിനെ കണ്ടതും അവൻ പേടിച്ച് അവിടെ നിന്ന് ഓടിപ്പോയി. അന്ന് ഞാൻ ഭയന്ന് കുറച്ച് നിൽക്കുമ്പോൾ സാർ എന്നെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചു. പക്ഷേ മുഖം മുഴുവൻ മൈമിൻ്റെ മേക്കപ്പ് ആയതുകൊണ്ട് അതെൻ്റെ മുഖം സാറിന് വ്യക്തമായിട്ട് കാണാൻ കഴിഞ്ഞില്ല. അന്ന് തൊട്ടേ എൻ്റെ ഹൃദയത്തിലെ സാറ് മാത്രമായിരുന്നു. വിയൊന്ന് നിർത്തി, ഒന്ന് ശ്വാസമെടുത്തു. ശേഷം തുടർന്നു. സാറിനെ കുറിച്ച് ഞാൻ അന്വേഷിച്ചിരുന്നു. സാറിൻ്റെ കോളേജിൽ ഒരു കൂട്ടുകാരി പഠിക്കുന്നുണ്ട്. അവൾ പറഞ്ഞ് സാറ് ഭയങ്കര ദേഷ്യക്കാരനാണെന്നും പ്രണയം പറയാൻ പോയ സാറ് ചീത്ത പറയുന്ന ആ ഭയം കൊണ്ടാണ് ഞാനൊന്നും പറയാതിരുന്നത്. എൻ്റെ അച്ഛനും അമ്മയും പണ്ടേ മരിച്ചതാ. കോടികളുടെ സ്വത്തുണ്ടെങ്കിലും ഒരു അനാഥയെ പോലെ ഞാൻ വളർന്ന്. മുത്തശ്ശിയുടെ കൂടെയാണ് എൻ്റെ ജീവിതം. മുത്തശ്ശി ഇപ്പം നല്ല വയസ്സായി. അരവിന്ദൻ്റെ ശല്യം കുറച്ച് നാളായിട്ട് അധികം. എൻ്റെ സ്വത്തുക്കളിൽ കണ്ണുവെച്ചാൽ അവൻ എന്നെ വിവാഹം കഴിക്കാൻ നിർബന്ധിക്കുന്നത്. അവൻ്റെ ശല്യം കൂടി വന്നപ്പോൾ മുത്തശ്ശി പറഞ്ഞ ഞാൻ കുറച്ച് ദിവസം എവിടെയെങ്കിലും മാറിക്കാൻ തീരുമാനിച്ചു. അപ്പോഴാണ് സാറിൻ്റെ അമ്മ വീണിട്ടുണ്ടെന്നും ഹോം നേഴ്സിനെ അന്വേഷിക്കുന്നുണ്ടെന്ന് ഹരിയേട്ടൻ പറഞ്ഞ് ഞാൻ അറിഞ്ഞത്. ഹരിയേട്ടൻ എൻ്റെ ഫ്രണ്ടിൻ്റെ ലവറാണ്. അദ്ദേഹം വഴി സാറിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ അറിയുന്നുണ്ടായിരുന്നു. എൻ്റെ നിർബന്ധത്തിനാണ് ഹരിയേട്ടൻ ഇങ്ങനെ നാടകത്തിന് കൂട്ടുന്നത്. അതുകൊണ്ട് ഒരു ഹോം നേഴ്സായിട്ട് ഞാൻ സാറിൻ്റെ വീട്ടിലേക്ക് കയറി വന്ന കുറച്ച് ദിവസമെങ്കിലും സാറിൻ്റെ സാമീപ്യം കിട്ടില്ലോ എന്ന് കരുതി. വിയ കണ്ണുകളിൽ നിറയെ പ്രതീക്ഷയോടെ ധ്രുവിനെ നോക്കി നിന്നു. വിയ, സത്യം പറഞ്ഞാൽ അന്ന് നിന്നെ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. നീ ആ സ്റ്റേജിലേക്ക് വന്ന മുതൽ എൻ്റെ കണ്ണുകൾ നിന്നിലായിരുന്നു. നിന്നെ കുറേ നേരം കാണാതായപ്പോൾ എനിക്ക് വല്ലാത്ത അസ്വസ്ഥത തോന്നി. നിന്നെ അന്വേഷിച്ചാണ് ഞാൻ അങ്ങോട്ടേക്ക് വന്നത്. അപ്പോഴാണ് അരവിന്ദ് ഡ്രസ്സിംഗ് റൂമിലേക്ക് കയറി വരുന്നത് ഞാൻ കണ്ടത്. അങ്ങനെയാണ് ഞാനവിടെ എത്തിയത്. തനിക്ക് വേണ്ടി തന്നെയായിരുന്നു ധ്രുവൻ അന്ന് അങ്ങോട്ടേക്ക് എത്തിയെന്ന് അവൾ തിരിച്ചറിഞ്ഞു. അവൻ തുടർന്നു. നിന്നെക്കുറിച്ച് ഞാൻ എല്ലാം അന്വേഷിച്ചറിഞ്ഞിരുന്നു വിയ. പക്ഷേ കോടികളുടെ നടുവിൽ കോടീശ്വരിയായി ജീവിച്ച നിനക്ക് ഞാൻ ചേരുമെന്ന് എനിക്ക് ഭയമായിരുന്നു. നീ അനുഭവിച്ച ആ വലിയ സുഖ സൗകര്യങ്ങളൊന്നും എനിക്ക് തരാൻ പറ്റിയില്ലെങ്കിലോ, ആ ഒരു ചിന്തയാ ഞാൻ നിന്റെ വഴിയിൽ വരാതിരുന്നത്. ധ്രുവ ഒരു ദീർഘശ്വാസം വിട്ട് അവളിലേക്ക് അടുത്തിരുന്നു. നീയുടെ ഹോം നേഴ്സായിട്ട് ആദ്യം കയറി വന്നപ്പോൾ ഞാൻ വല്ലാതെ ഞെട്ടിപ്പോയി. എൻ്റെ മുന്നിൽ നീ നിൽക്കുമ്പോൾ എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ ഞാനത് പുറത്ത് കാണിച്ചില്ല. നീയായിട്ട് എന്താണ് നിന്നോട് പറയാമെന്ന് കരുതി ഞാൻ ഇത്രയും ദിവസം കാത്തിരുന്നു വിഹ. നിനക്കെന്തോ വലിയ പ്രശ്നമുണ്ടെന്ന് എനിക്കറിയായിരുന്നു. പക്ഷേ അത് നിന്റെ വായിൽ നിന്ന് കേൾക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. ഞാൻ നിന്നെ നോക്കുമ്പോഴെല്ലാം എൻ്റെ കണ്ണിലെ പ്രണയം നീ തിരിച്ചറിയുമെന്ന് ഞാൻ ഭയന്നു. അതാണ് ഞാൻ നിന്നോട് ദേഷ്യത്തിൻ്റെ മുഖം മൂടി അണിഞ്ഞത്. ഇന്ന് നീ എല്ലാം പറഞ്ഞപ്പോൾ നിന്നെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം ഞാൻ പൂർണ്ണമായിട്ട് ഏറ്റെടുക്കുന്നു. ഇനി നിന്നെ തൊടാൻ അരവിന്ദനെന്നല്ല ആരും ധൈര്യപ്പെടില്ല. വിയുടെ കണ്ണുകളിൽ നിന്ന് സന്തോഷാശ്രുക്കൾ ഒഴുകി. താൻ ആരാധിച്ച പ്രണയിച്ച ആ മനുഷ്യൻ തന്നോട് ഇത്രയും കരുതലോടെ സംസാരിക്കുന്നവൾക്ക് വിശ്വസിക്കാനായില്ല. വിയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീര് ഒലിച്ചിറങ്ങുന്നുണ്ടായിരുന്നു. ആൾ ധ്രുവിന്റെ കൈകളിൽ മുറുക്കെ പിടിച്ചുകൊണ്ട് പറഞ്ഞു, സ്വത്തോ പണമോ ഒന്നും എനിക്ക് വേണ്ട സാർ. എനിക്ക് വേണ്ട സാറിൻ്റെ സ്നേഹം മാത്രം. ഒരുപാട് കാലമായിട്ട് ഞാൻ ആഗ്രഹിച്ച് സാറിൻ്റെ പ്രണയത്തിന് വേണ്ടിയാണ്. ഓരോ ദിവസവും ഞാൻ പേടിച്ച് അവിടെ ജീവിച്ചിരുന്നു. അരവിന്ദൻ എന്നെ വിടാതെ പിന്തുടരുക. എങ്ങനെയെങ്കിലും എന്നെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞ് അവൻ നിരന്തരം ഭീഷണിപ്പെടുത്തുക. അവനിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ ഒരുപാട് വഴികൾ നോക്കി. അവസാനം എനിക്ക് കിട്ടിയ ഒരേ ഒരു ആശ്വാസം സാറിൻ്റെ കൂടെയുള്ള ഈ ദിവസങ്ങളാണ്. എനിക്ക് ശരിക്കും സ്നേഹം എന്താണെന്ന് മനസ്സിലായത് ഇവിടെ വന്നതിന് ശേഷം സാർ. സാറിൻ്റെയും അമ്മയുടെയും സ്നേഹം കാണുമ്പോൾ ഞാൻ പലപ്പോഴും കൊതിയോടെ നോക്കി നിന്നിട്ടുണ്ട്. അങ്ങനെയൊന്നും എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഇതുവരെ കിട്ടിയിട്ടില്ല. കണ്ണു നിറഞ്ഞ വിയയുടെ മുഖത്തേക്ക് നോക്കിയാൽ പതിയയുടെ മുഖം കയ്യിലെടുത്തു. ആശ്വാസനെ നോട്ടത്തോടെ അവൻ പറഞ്ഞു, വിയ, നീ ഒന്നിനെയും പേടിക്കണ്ട. നീ ഇനി തനിച്ചല്ല, ഞാൻ നിന്റെ കൂടെയുണ്ട്. നിന്നെ നോവിച്ചുകൊണ്ട് ഇനി ആരും ഒന്നിനും വരില്ല. നിന്റെ എല്ലാ സുരക്ഷയും ഇനി എൻ്റെ ഉത്തരവാദിത്വം. അതുകൊണ്ട് നീ ധൈര്യമായിട്ട് ഇരുന്നോളൂ. ധ്രുവൻ നൽകിയ ആ ഉറപ്പും സംരക്ഷണവും വിയയുടെ മനസ്സിൽ വലിയൊരു സമാധാനം നിറച്ചിരുന്നു. താൻ ഇനി തനിച്ചല്ലെന്ന ബോധ്യം അവളിൽ പുതിയൊരു ആത്മവിശ്വാസം നൽകി. ഒരുപാട് നാളുകൾക്ക് ശേഷം യാതൊരുവിധ പേടിയും കൂടാതെ ധ്രുവൻ കൂട്ടിനുണ്ടെന്ന ധൈര്യത്തോടെ വിയ രാത്രി സുഖമായിട്ട് ഉറങ്ങി. ആളുടെ സ്വപ്നങ്ങളിൽ പോലും ഇനി ആശ്വാസത്തിന്റെ നിഴലുകൾ മാത്രം നിറഞ്ഞിരുന്നു. പിറ്റേന്ന് രാവിലെ പെട്ടെന്നാണ് പുറകിൽ നിന്നുള്ള സാമീപ്യം അവൾ അറിഞ്ഞത്. ധ്രുവൻ പതിയെ വന്ന് അവളുടെ പുറകിലൂടെ കെട്ടിപ്പിടിച്ചു. പ്രതീക്ഷിക്കാത്ത ആ സ്പർശനത്തിൽ വിയ ഒന്ന് പിടഞ്ഞു പോയി. സാർ എന്താ ഈ കാണിക്കുന്നത്? അമ്മ കാണും വീട്ടേക്ക്. ആൾ പരിഭ്രമത്തോടെ പറഞ്ഞു. ധ്രുവൻ ഒട്ടും കൂസാതെ അവളുടെ കഴുത്തിൽ മുഖം അമർത്തിക്കൊണ്ട് പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു, കണ്ടോട്ടെ, അതിനെന്താടി. ആ സ്പർശനം അവളുടെ ശരീരത്തിലൂടെ ഒരു മിന്നായം പോലെ കടന്നുപോയി. വിയ ഒന്ന് വിറച്ചുപോയി. പെട്ടെന്ന് ധ്രുവൻ പോക്കറ്റിൽ നിന്ന് മനോഹരമായൊരു മാല പുറത്തെടുത്തു. ആൾക്കൊട്ടും മനസ്സിലായില്ല. അവൻ പതുക്കെ അവളുടെ കഴുത്തിൽ അണിയിച്ചു കൊടുത്തു. അതിശയത്തോടെയും അവിശ്വസനീയതയോടെയും ആൾ അവനെ നോക്കി. ധ്രുവനൊന്ന് കണ്ണിറുക്കി ചിരിച്ചു. സമയം ഒരുപാടായി, ഇനിയിങ്ങനെ കോളേജിൽ പോകാൻ വൈകും. ഞാൻ കോളേജിൽ പോയി വരാം. ആളുടെ കവിളിൽ നിന്ന് അമർത്തി മുത്തിക്കൊണ്ട് അവൻ വാതിലിന്റെ അടുത്തേക്ക് നടന്നു. വിയ നാണത്തോടെ മുഖം കുനിച്ച് അവിടെ തന്നെ നിന്നു. കോളേജിലെ തിരക്കുകൾക്കിടയിലാണ് ധ്രുവന്റെ ഫോൺ ശബ്ദിച്ച്. അമ്മയുടെ കോള് കണ്ട് ധ്രുവൻ വേഗം അറ്റൻഡ് ചെയ്തു. അപ്പുറത്തുനിന്ന് അമ്മയുടെ വിറക്കുന്ന ശബ്ദം കേട്ടപ്പോൾ തന്നെ അവൻ പതറിപ്പോയി. മോനെ ധ്രുവ, അവളെ ഒരുത്തം വന്ന് പിടിച്ചുകൊണ്ടുപോയി. ഞാൻ തടയാൻ നോക്കിയതാ, പക്ഷെ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല.
എനിക്ക് പേടിയാവുന്നു മോനെ. ഇനി നമ്മൾ എന്ത് ചെയ്യും? അമ്മയുടെ നിലവിളി കേട്ട് ധ്രുവന്റെ ഉള്ളിൽ ദേഷ്യവും ഭയവും ഒരേ സമയം ഇരമ്പിയാർത്തു. അവൻ തരിച്ചിന്ന് പോയി. അരവിന്ദന്റെ ഇരുമ്പ് പോലെയുള്ള കൈകൾ കിടന്ന് വിഹ പിടയുകയായിരുന്നു. കാറിനുള്ളിൽ വെച്ച് അവൻ ആക്രോശിച്ചു. അടങ്ങി കിടക്കടി അവളെ, ഇന്ന് അവളെ കല്യാണ. ഈ കോടിക്കണക്കിൽ വരുന്ന സ്വത്തുക്കൾ വെറുതെ വല്ലവനും വിട്ടുകൊടുക്കാൻ എനിക്ക് പറ്റില്ല. അത് എനിക്ക് തന്നെ വേണം. അതിന് നീ എന്നെ കല്യാണം കഴിച്ചേ പറ്റൂ. കല്യാണം കഴിഞ്ഞാലൂടെ നമ്മളിവിടെ നിന്ന് നാട് കിടക്കും. നിന്നെ മടുത്തു കഴിയുമ്പോൾ നിന്റെ സ്വത്തുക്കൾ എൻ്റെ പേരിൽ എഴുതി വാങ്ങി നിന്നെ ഞാൻ എവിടെയെങ്കിലും കൊണ്ടുപോയി ഉപേക്ഷിച്ചേക്കാം. വിഹയുടെ കണ്ണുകളിൽ കണ്ണീർ പറ്റിയിരുന്നു. അരവിന്ദൻ അവളെ വലിച്ചഴിച്ചുകൊണ്ട് എത്തിച്ചത് അവൻ്റെ ഓഫീസിനോട് ചേർന്നുള്ള ആ പഴയ മുറിയിലേക്കായിരുന്നു. അവിടെ ഒരു മൂലയിൽ രജിസ്ട്രാർ തയ്യാറായി ഇരിക്കുന്നുണ്ടായിരുന്നു. അരവിന്ദനെ താലിയെടുത്ത് വിഹയുടെ കഴുത്തിൽ കെട്ടാൻ തുടങ്ങിയ നിമിഷം ആ റൂമിന്റെ ഭിത്തികളെ ഉറപ്പിച്ചുകൊണ്ട് ധ്രുവന്റെ ഇടിമുഴക്കം പോലെയുള്ള അലർച്ച മുഴങ്ങി. തൊട്ടുപോയതോളെ അലർച്ച കേട്ട് ഞെട്ടിത്തിരിഞ്ഞ അരവിന്ദൻ കണ്ടത് കണ്ണുകളിൽ കൊലക്കത്തിയുടെ തിളക്കവുമായി നിൽക്കുന്ന ധ്രുവനെയായിരുന്നു. അരവിന്ദൻ ഞെട്ടിത്തിരിഞ്ഞു. ധ്രുവൻ ഒരു മിന്നൽ പിണർ പോലെ അവനടുത്തേക്ക് പാഞ്ഞു. രാവിലെ വിയക്കണിച്ചു കൊടുത്ത മാലയിലെ GPS ട്രാക്ക് നൽകിയ സിഗ്നലുകളാണ് ധ്രുവനെ കൃത്യസമയത്ത് അവിടെ എത്തിച്ച്. ഏത് അപകടവും മുൻകൂട്ടി കാണുന്ന ധ്രുവന്റെ കണക്കൂട്ടലുകൾ വീണ്ടും കൃത്യമായി. ധ്രുവന്റെ ആദ്യത്തെ അടി അരവിന്ദന്റെ മുഖത്തായിരുന്നു. ഒട്ടും സമയം കളയാതെ അവൻ അരവിന്ദന്റെ കോളിൽ പിടിച്ചു വലിച്ച് തുടരെ പ്രഹരിച്ചു. ഭയന്നുപോയ അരവിന്ദൻ തിരിച്ചു പ്രതികരിക്കാൻ ശ്രമിച്ചെങ്കിലും ധ്രുവന്റെ രൗദ്രഭാഗത്തിനു മുമ്പിൽ അവൻ തകർന്നുപോയി. ഒടുവിൽ അരവിന്ദന്റെ കയ്യിൽ നിന്ന് ആ താലി പിടിച്ചു വാങ്ങിയ ധ്രുവൻ വിറങ്ങളിച്ച് നിൽക്കുന്ന വിയയുടെ അടുത്തേക്ക് വന്നു. ആ കണ്ണുകളിലെ ഭയം കണ്ട് ധ്രുവൻ ശാന്തനായി. അവൻ ആ താലി വിയയുടെ കഴുത്തിൽ പതിയെ ചാർത്തി. ശേഷം അവിടമായി വിറപ്പിച്ചുകൊണ്ട് രജിസ്ട്രാർക്ക് നേരെ തിരിഞ്ഞു. വരന്റെ സ്ഥാനത്ത് എന്റെ പേരെഴുത്. ഇല്ലെങ്കിൽ അധികാര ദുർവിനിയോഗത്തിന് നിന്നെയും കൂടി ഞാൻ അകത്തേറ്റും. ഓർമ്മയുണ്ടാവട്ടെ. അത് കേട്ട് ഭയന്ന രജിസ്ട്രാർ ഉടൻ തന്നെ വരന്റെ സ്ഥാനത്ത് ധ്രുവന്റെ പേരെഴുതി. ധ്രുവൻ അതിൽ ഉറച്ച കൈയക്ഷരത്തിൽ ഒപ്പിട്ടു. വിയെ കൊണ്ട് ഒപ്പിടിപ്പിച്ചു. തൊട്ടു പിന്നാലെ പോലീസ് അവിടേക്ക് ഇരച്ചു കയറി. തട്ടിക്കൊണ്ടുപോകൽ, ഭീഷണിപ്പെടുത്തൽ തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തി അവർ അരവിന്ദനെ വിലങ്ങണിച്ച് കൊണ്ടുപോയി. വിയ അപ്പോഴും വിറക്കിയായിരുന്നു. ആൾ ധ്രുവന്റെ ഷർട്ടിൽ മുറുകെ പിടിച്ച് അവന്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി. അവളുടെ ആ ഭയം മനസ്സിലാക്കിയ ധ്രുവൻ ആൾ ഒന്നുകൂടി തന്നെ നെഞ്ചോട് ചേർത്ത് നിർത്തി അവളുടെ നെറുകയിൽ ആശ്വാസത്തോടെ ചുംബിച്ചു. വിയയുടെ കൈ പിടിച്ച് അവൻ വീടിന്റെ ഉമ്മറത്തേക്ക് നടന്നു. അപ്പോഴേക്കും പേടിയോടെ പുറത്തേക്ക് നോക്കിയിരുന്ന അമ്മ ആരെ കണ്ടതോ ആശ്വാസത്തോടെ എഴുന്നേറ്റ് വന്നു. ധ്രുവൻ അമ്മയെ നോക്കി ഗൗരവത്തോടെ പറഞ്ഞു, അമ്മേ വേഗം നിലവിളക്കെടുത്തോ, ഇവളെ ഞാനങ്ങ് കെട്ടി. അമ്മ ആദ്യം ഒന്ന് അമ്പരന്നു. പക്ഷേ തൊട്ടടുത്ത നിമിഷം അവരുടെ മുഖത്തൊരു വലിയ പുഞ്ചിരി വിരിഞ്ഞു. അവർ വേഗം അകത്തുപോയി നിലവിളക്കുമായി തിരികെ വന്നു. വിയെ ചേർത്ത് പിടിച്ച് അമ്മ തലോടിക്കൊണ്ട് പറഞ്ഞു, എല്ലാം ധ്രുവൻ ഇന്നലെ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് മോളെ. നീ വിഷമിക്കണ്ട. ഇനി നീ എൻ്റെ മകളായി ഈ വീട്ടിലെ ഐശ്വര്യമായി കൂടെ ഉണ്ടാവും. ആദ്യ രാത്രി മുറിയിൽ അല്പം പരിങ്ങളോടെ നാണത്താൽ മുഖം താഴ്ത്തി അവൾ ഇരിക്കുകയായിരുന്നു. പുറത്തുനിന്നും ധ്രുവന്റെ കാൽപ്പെരുമാറ്റം കേട്ടപ്പോൾ അവളുടെ ഹൃദയമിടിപ്പൊന്ന് കൂടി. വാതിൽ തുറന്നകത്തേക്ക് കയറി വന്നു. അവൾ അറിയാത്ത തന്നെ മുഖം ജനലിലൂടെ പുറത്തിരുട്ടിലേക്ക് തിരിച്ചു. ധ്രുവൻ മേലെ അവളുടെ അടുത്തേക്ക് നടന്നു വന്നു. അവളവിടെ വിറച്ചിരിക്കുന്ന കണ്ടപ്പോൾ അവന്റെ ചുണ്ടിലൊരു കുസൃതി ചിരി വിരിഞ്ഞു. അവനോട് അടുത്ത് വന്നിരുന്ന അല്പം കുറുമ്പോടെ ചോദിച്ചു, എന്താ പേടിയാണോ? ഹോം നേഴ്സിന്റെ വേഷം കിട്ടി ഇങ്ങോട്ട് വരാൻ കാണിച്ചാൽ ധൈര്യമൊന്നും ഇപ്പോഴില്ലല്ലോ. അവൾ പതുക്കെ മുഖമുയർത്തി അവനെ നോക്കി. നാണം കൊണ്ട് അവളുടെ കവിളുകൾ തുടുത്തിരുന്നു. അവന്റെ കണ്ണുകളിലെ ആ തിളക്കം കണ്ടപ്പോൾ അവൾക്ക് കണ്ണുകൾ താഴ്ത്താനേ കഴിഞ്ഞുള്ളൂ. അവൾ കണ്ണുറുക്കി ചിരിച്ചുകൊണ്ട് വിളിച്ചു, സാർ. ധ്രുവനൊന്ന് പുരികമുയർത്തി അവളെ നോക്കി. അവന്റെ മുഖത്തൊരു കള്ളച്ചിരി വിരിഞ്ഞു. അവനൽപ്പം ഗൗരവത്തിൽ ചോദിച്ചു, ഇതെന്നടി കോളേജാണോ എന്നെ സാറെന്ന് വിളിക്കാൻ? ധ്രുവേട്ടാന്ന് വിളിയടി, അതാ കേൾക്കാനൊരു സുഖം. അവളുടെ മുഖത്ത് പെട്ടെന്നൊരു നാണം പടർന്നു. അവൾ തലകുനിച്ചു. പക്ഷെ അവളുടെ ചുണ്ടിലൊരു ചെറിയ പുഞ്ചിരി ഉണ്ടായിരുന്നു. പതിഞ്ഞ ശബ്ദത്തിൽ അല്പം വിറയലോടെ അവൾ വിളിച്ചു, ധ്രുവേട്ടാ. ആ വിളി കേട്ടപ്പോൾ ധ്രുവന്റെ ഉള്ളൊന്ന് കുളിർത്തു. അവൻ അവളെ മെല്ലെ തന്നെ നെഞ്ചോട് ചേർത്ത് നിർത്തി. ആ ചെറിയ മുറിയിലെ നിശബ്ദതയിൽ അവരുടെ ശ്വാസത്തിന്റെ താളം മാത്രം കേൾക്കാമായിരുന്നു. അവന്റെ ചൂടുള്ള ശ്വാസം അവളുടെ കഴുത്തിൽ തട്ടിയപ്പോൾ അവൾ കണ്ണുകൾ അടച്ചു പിടിച്ചു. അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ മുഖമെല്ലാം ഉയർത്തി. എന്തിനാ ഇത്ര നാണം? വിയ ചിരിച്ചുകൊണ്ട് അവന്റെ നെഞ്ചിലേക്ക് മുഖമമർത്തി. അവനവളുടെ കാതോരം ചേർന്ന് മെല്ലെ പറഞ്ഞു, അതെ, നിന്റെ ഈ നാണാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അവളുടെ ഹൃദയമിടിപ്പ് കൂടുന്നത് അവനറിയാമായിരുന്നു. ധ്രുവന്റെ സാമീപ്യം അവളെ വല്ലാതെ അസ്വസ്ഥയാക്കുന്നുണ്ടെങ്കിലും ആ നിമിഷം ലോകത്തെ മറന്ന് അവനിൽ മാത്രം ലയിച്ചു നിൽക്കാനാണ് അവൾ ആഗ്രഹിച്ചത്. ജനലിലൂടെ പുറത്തിരുട്ടിലേക്ക് നോക്കി അവൾ ഈ രാത്രി തങ്ങളുടെ പ്രണയത്തിന് സാക്ഷ്യം വഹിക്കുമെന്ന് മനസ്സിലുറപ്പിച്ചു. ധ്രുവൻ അവളുടെ കൈകൾ കോർത്തു പിടിച്ച് അവളെ തന്നിലേക്ക് അടുപ്പിച്ചു. ആ ചെറിയ മുറിയിൽ പ്രണയത്തിന്റെ ഗന്ധം നിറഞ്ഞു നിന്നു. അവരുടെ സംസാരത്തേക്കാൾ കൂടുതൽ ആ നിശബ്ദതയിൽ അർത്ഥങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. വർഷങ്ങൾ പലത് കടന്നുപോയിരിക്കുന്നു. ഇപ്പോൾ വീട് നിറയെ കുട്ടികളുടെ കളിയും ചിരിയും ബഹളവുമാണ്.
ഒരു ദിവസം രാത്രി എല്ലാവരും ഉറങ്ങിയ ശേഷം വിയമുറിയിൽ നിൽക്കുമ്പോൾ ധ്രുവൻ പുറകിലൂടെ വന്ന് അവളെ മെല്ലെ ചേർത്ത് പിടിച്ചു. അവന്റെ ചൂടുള്ള സാമീപ്യം അനുഭവിച്ചപ്പോൾ അവളൊന്ന് ചിരിച്ചു. എന്നിട്ട് കുസൃതിയോടെ പറഞ്ഞു, എന്താ ധ്രുവായിട്ടായത്? 2 പിള്ളേരൊക്കെ ആയില്ലേ, ഇനിയെങ്കിലും ഇതിനൊക്കെ ഒരു കുറവ് വേണ്ടേ? അവളുടെ തോളിൽ താടിയുരച്ചിക്കൊണ്ട് ധ്രുവൻ അവളുടെ കാതോരമെല്ലെ പറഞ്ഞു, ആ പഴയ കുറുമ്പൊട്ടും കുറയാതെ തന്നെ എനിക്ക് കുറയുന്നില്ല വിഹേ. ഓരോ ദിവസം കഴിയും തോറും ലഹരി കൂടുകയാ. അവൾ അവന്റെ കൈകളിൽ മേലെ തലകൂടിക്കൊണ്ട് കണ്ണുകൾ അടച്ചു. വർഷങ്ങൾ ഇത്ര കഴിഞ്ഞിട്ടും അവന്റെ വാക്കുകളിലെ ആ തീവ്രത അവളിൽ നിന്നും ആ പഴയ നാണവും പ്രണയവും നിറക്കുന്നുണ്ടായിരുന്നു.